മാലിന്യം നിറഞ്ഞ കണ്ണംചിറ തോട് വേസ്റ്റ് മാനേജ്മെന്റ് വിജിലൻസ് വിഭാഗം പരിശോധന നടത്തി. വട്ടംകുളം പഞ്ചായത്ത് മെമ്പർ KP റാബിയയുടെ പരാതിയെ തുടർന്നാണ് പരിശോധന നടത്തിയത്. തുടർന്ന് മെമ്പറുടെ നേതൃത്വത്തിൽ തോട് ശുചീകരിച്ചു. എടപ്പാളിൽ സായൂജ് ഹോട്ടലിന് സമീപത്തുകൂടി കോൾ മേഖലയിലേക്ക് പോകുന്ന കണ്ണഞ്ചിറ തോട് മാലിന്യം നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. വേനൽക്കാലത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് ശുചീകരിച്ച തോട്ടിൽ പരിസരവാസികളും സമീപത്തെ വ്യാപാരികളും വീണ്ടും മാലിന്യം തള്ളുകയായിരുന്നു. കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും അടക്കം തോട്ടിൽ തള്ളിയിരുന്നു. പലപ്പോഴും വാർഡ് മെമ്പറായ KP റാബിയ സ്വന്തം ചിലവിൽ തോട് ശുചീകരിക്കുകയാണ് ചെയ്തിരുന്നത്. ശുചീകരിച്ചു കഴിഞ്ഞാൽ ഏതാനും ദിവസത്തിനുള്ളിൽ വീണ്ടും തോട്ടിൽ മാലിന്യം തള്ളുന്നതും പതിവായിരുന്നു. തോട്ടിൽ വെള്ളം നിറഞ്ഞതോടെ മാലിന്യങ്ങൾ അഴുകി രൂക്ഷഗന്ധവും വെള്ളത്തിന് നിറവ്യത്യാസവും കണ്ടു തുടങ്ങി. സമീപത്തെ കിണറുകളിലെ വെള്ളത്തിനും നിറവ്യത്യാസം കണ്ടതോടെയാണ് വാർഡ് മെമ്പർ വേസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന് പരാതി നൽകിയത്. തുടർന്ന് വേസ്റ്റ് മാനേജ്മെന്റ് വിജിലൻസ് വിഭാഗം പരിശോധന നടത്തി കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്ക് പിഴ നൽകി. തുടർന്ന് മെമ്പറുടെ നേതൃത്വത്തിൽ തോട്ടിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശുചീകരിച്ചു. വെള്ളം കയറിയിട്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ജീവിക്കാൻ ദുഷ്കരമായ ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറേയൊക്കെ വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ട്. എന്നാലും ഇനി കാലവർഷം ശക്തമായി വരാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാ ഓടകളും മാലിന്യമുക്തമാക്കുന്ന പഞ്ചായത്ത് തൊഴിലുറപ്പും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് എല്ലാ ഓടകളും മാലിന്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ പല ഓടകളിലും വീണ്ടും മാലിന്യം വന്ന് നിറയുന്ന ഒരു അവസ്ഥാവിശേഷമാണ് നിലവിലുള്ളത്. വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് MA നജീബ്, ആരോഗ്യ പ്രവർത്തകരായ നജുമ, സതീഷ് അയ്യാപ്പിൽ, റജി എന്നിവർ സ്ഥലം സന്ദർശിച്ചിരുന്നു. NCV ന്യൂസ് എടപ്പാൾ. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.